ടൈപ്പ്റൈറ്റർ എന്ന ഹൊറർ മിസ്റ്ററി ത്രില്ലർ സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ എപ്പിസോഡുകൾ കാണാത്തവർക്കായി ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വർഷം 1982. ഗോവയിലെ പൊറുവോരി എന്ന ഗ്രാമം. ചാരുവിന്റെ മകൻ ബാലിയെ കാണിക്കുന്നു. ഇവിടെ മുതൽ നമുക്ക് അവനെ ഫക്കീർ എന്ന് തന്നെ വിളിക്കാം. വിജനമായൊരിടത്തെ ഒറ്റപ്പെട്ട വീട്ടിലേക്ക് അവൻ കയറുന്നു. ഇവിടെയാണ് അവനിപ്പോൾ താമസിക്കുന്നത്. അവിടെ വേറെയും കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ആ വർഷം പുറത്തിറങ്ങിയ ജ്യോതിഷത്തിന്റെ ബുക്ക് വളരെ എക്സൈറ്റ്മെന്റിൽ അവൻ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ പറയുന്നതെല്ലാം കേട്ട് പ്രത്യേകിച്ച് ഒരു എക്സ്പ്രഷനോ മറുപടിയോ ഒന്നും ഇല്ലാതെ അവരങ്ങനെ അവനെ നോക്കിയിരിക്കുകയാണ്. ഇതിനോടകം തന്നെ ഫക്കീർ ഒരുപാട് കൊലപാതകങ്ങൾ ചെയ്തിരുന്നു. പോലീസ് ഫോഴ്സ് മുഴുവൻ അവനെ അന്വേഷിച്ച് നടക്കുകയാണ്. മാല എന്നു പേരുള്ള ഒരു ലേഡി ഇൻസ്പെക്ടർ അൺഎക്സ്പെക്റ്റഡ്ലി അവനെ അവിടെ വെച്ച് കാണാണ്. ഉടനെ തന്നെ അടുത്തുള്ള ഒരു വീട്ടിൽ ചെന്ന് ലാൻഡ് ഫോൺ വഴി തന്റെ സ്റ്റേഷനിൽ വിളിച്ച് ഫക്കീറിനെ കണ്ട കാര്യം അറിയിക്കുന്നു. വിവരമറിഞ്ഞ് പോലീസിന്റെ സ്പെഷ്യൽ ഫോഴ്സ് തന്നെ ഫക്കീറിനെ പിടിക്കാൻ ഇറങ്ങുകയാണ്. തങ്ങൾ അവിടെ എത്തുന്നത് വരെ ഒരു മൂവും എടുക്കരുതെന്ന് ഇൻസ്പെക്ടർ അശോക് മാലയോട് പ്രത്യേകം പറയുന്നുണ്ട്. കുറച്ചുനേരം വെയിറ്റ് ചെയ്തിട്ടും പോലീസിനൊന്നും കാണാത്തതുകൊണ്ട് തന്നെ മാല നേരെ ഫക്കീറിന്റെ വീട്ടിലോട്ട് ചെല്ലുകയാണ്. ഇതേ സമയം ഫക്കീർ തന്റെ വീട്ടിലുള്ള ഒരു ആൺകുട്ടിക്ക് ബ്ലഡ് മൂണിനെ കുറിച്ചും ആ ദിവസം തന്റെ പവേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനെ കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കാവും. അപ്പോ ഡോർ തട്ടുന്ന ശബ്ദം കേട്ട് അവൻ ചെന്ന് നോക്കുന്നു. എന്റെ പേര് മാല. ഞാനിവിടെ അടുത്തുള്ള ചർച്ചിലെ വോളണ്ടിയർ ആണ്. ഈ സൺഡേ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട്. സോ ചർച്ചിനടുത്ത് താമസിക്കുന്ന ആളുകളെ എല്ലാം ആ പരിപാടിക്ക് ക്ഷണിക്കാൻ വന്നതാണ്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഹോംലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി എന്തെങ്കിലും സംഭാവന തരാൻ പറ്റുകയാണെങ്കിൽ നന്നായിരിക്കും എന്നെല്ലാം പറഞ്ഞ് മാല ഫക്കീറിനോട് സംസാരിക്കുകയാണ്. സോറി മാഡം, ഈ സൺഡേ പറ്റില്ല, മേ ബി അടുത്ത സൺഡേ നോക്കാമെന്നും പറഞ്ഞ് ഫക്കീർ ഡോർ ക്ലോസ് ചെയ്യാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടും മകനോടും ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ചിലപ്പോ അവര് വന്നാലോ എന്ന് മാല ഫക്കീറിനോട് ചോദിക്കാണ്. അത് കേട്ട് ഡൗട്ട് തോന്നിയ ഫക്കീർ അതിനെന്താ, നിങ്ങൾ നേരിട്ട് വന്ന് അവരോട് ചോദിച്ചോളൂ എന്നും പറഞ്ഞ് മാലയെ വീടിനകത്തേക്ക് ക്ഷണിക്കാണ്. വീട്ടിൽ കുറച്ച് വിരുന്നാരുണ്ടെന്ന് ഫക്കീർ പറയുന്നുണ്ട്. മാല അകത്ത് കയറിയ ശേഷം പുറത്ത് മറ്റാരും ഇല്ലല്ലോ എന്ന് ഉറപ്പുവരുത്തി ഫക്കീർ ഡോർ ക്ലോസ് ചെയ്യാണ്. അവിടെ ഇരുന്നിരുന്ന ആളുകൾക്ക് ഫക്കീർ മാലയെ പരിചയപ്പെടുത്താണ്. എന്നാ മാല നോക്കുമ്പോ അവിടെ ആരും കാണുന്നില്ല. നിങ്ങൾ എന്തായി പറയുന്നത്, ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് മാല ഫക്കീറിനോട് ചോദിക്കാണ്. ആരും ഇല്ലെന്നോ, എല്ലാരും ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ എന്നും പറഞ്ഞ് ഫക്കീർ ഓരോരുത്തരെയായി മാലയ്ക്ക് പരിചയപ്പെടുത്താണ്. അവരെയെല്ലാം ഫക്കീറിന് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ആക്ച്വലി അവരൊന്നും മനുഷ്യരല്ല, ആത്മാക്കളാണ്. അതുകൊണ്ടാണ് മാലയ്ക്ക് കാണാൻ സാധിക്കാത്തത്. എനിക്ക് നിങ്ങളുടെ ഭാര്യയെയും മകനെയുമാണ് കാണേണ്ടതെന്ന് മാല പറയുന്നു. അപ്പോ ആ ആത്മാക്കളെല്ലാം മാലയുടെ നേരെ വരുന്നുണ്ട്. അവരോട് അവിടെ തന്നെ നിൽക്കാൻ കൈ കാണിച്ച് ഫക്കീർ മാലയോട് വല്ലാത്തൊരു ഭാവത്തിൽ ചോദിക്കാണ്. എനിക്ക് ഭാര്യയും മകനും ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? മാലയുടെ കാലിൽ കിടക്കുന്ന പോലീസിന്റെ ബൂട്ട്സും ഫക്കീർ ശ്രദ്ധിക്കുന്നു. സോ ഇവളൊരു പോലീസ് ആണെന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കാണ്. അപ്പോഴേക്കും പോലീസ് ഫോഴ്സ് അവിടെ എത്തിക്കഴിഞ്ഞു. അവരുടെ കൂടെ ഫക്കീറിന്റെ ഭാര്യയും മകനും ഉണ്ടായിരുന്നു. അവനെ ജീവനോടെ തന്നെ പിടികൂടണം, ഷൂട്ട് ചെയ്യരുതെന്ന് ഇൻസ്പെക്ടർ അശോക് പറയാണ്. അപ്പോഴേക്കും മാല ആ വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് പോലീസിന്റെ അടുത്തേക്ക് ഓടി വരികയാണ്. പുറത്തെത്തിയ ഫക്കീർ മാലയ്ക്ക് നേരെ കൈ നീട്ടാണ്. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വായന്നെല്ലാം ബ്ലഡ് വന്ന് ഹൃദയാഘാതം കാരണം മാല അശോകിന്റെ കൈ കിടന്ന് മരിക്കാണ്. മാലയും അശോകും സ്നേഹത്തിലായിരുന്നു. അശോകിനെ കൊണ്ട് അത് സഹിക്കാൻ കഴിയുന്നില്ല. ഫക്കീർ നേരെ വീടിനകത്ത് തന്നെ തിരിച്ചു കയറി ഡോർ ലോക്ക് ചെയ്യാണ്. ഫക്കീറിന്റെ മകനെ കൊണ്ട് അച്ഛ പുറത്തു വായോ എന്ന് പോലീസുകാര് മൈക്കിലൂടെ ഫക്കീറിനെ വിളിപ്പിക്കുകയാണ്. മകന്റെ ശബ്ദം കേട്ട ഫക്കീർ ഉടനെ തന്നെ പുറത്തു വരികയാണ്. എന്നെ പിടിക്കാൻ എന്റെ മകനെ ഉപയോഗിക്കുന്നു, അവനെ വെറുതെ വിടെന്നും പറഞ്ഞ് ദേഷ്യം കൊണ്ട് ഫക്കീർ അലറാണ്. ഫക്കീർ പുറത്തു വന്നതോടെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് പോലീസുകാരെല്ലാം അവന്റെ നേരെ ചെല്ലുകയാണ്. അപ്പോ അവരുടെ നേരെയെല്ലാം കൈനീട്ടി ഓരോരുത്തരെയായി മാലയെ കൊന്ന അതേപോലെ തന്നെ അവൻ കൊല്ലുകയാണ്. എത്ര ശ്രമിച്ചിട്ടും ആരെ കൊണ്ടും അവനെ പിടിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് പോലീസുകാര് മരണപ്പെട്ട് വീഴുകയാണ്. അവനെ പിടിക്കണമെങ്കിൽ അവന്റെ കണ്ണുകൾ മറക്കണം. നിങ്ങളുടെ കണ്ണിലൂടെയാണ് അവൻ നിങ്ങളുടെ ആത്മാവിനെ നിയന്ത്രിക്കുന്നതെന്ന് ഫക്കീറിന്റെ ഭാര്യ അശോകിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അശോക് ചെയ്യാണ്. അവരെല്ലാവരും കൂടി ഫക്കീറിനെ കീഴ്പ്പെടുത്തുന്നു. അത് കഴിഞ്ഞ് മാലയുടെ അടുത്ത് വിഷമിച്ചിരുന്ന അശോകിനെ ഒരു പോലീസുകാരൻ വന്ന് വിളിക്കാണ്. ഫക്കീറിന്റെ വീട്ടിൽ നിന്നും അവരെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അശോകും കൂടെ ചെല്ലുന്നു. ഫക്കീറിന്റെ വീട്ടിൽ താഴോട്ട് ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു. അതിനകത്ത് അഴുകി ദ്രവിച്ച ഒരുപാട് ശവങ്ങള് അവർ കാണുകയാണ്. ഇവരെല്ലാം കഴിഞ്ഞ ആഴ്ച മിസ്സായ ആളുകളാണെന്ന് അശോകിനോട് അയാൾ പറയുന്നു. ഇവരുടെ ആത്മാക്കളോടായിരുന്നു ഫക്കീർ നേരത്തെ സംസാരിച്ചിരുന്നത്. ബോഡിയെല്ലാം ഓട്ടോപ്സിക്ക് അയക്കാൻ വേണ്ടിയിട്ട് അശോക് പറയുന്നു. അടുത്ത സീനിൽ പ്രസന്റ് ടൈം കാണിക്കുന്നു. സ്കൂളിൽ സാം, ഗബ്ലു, വണ്ടി ഇവര് സംസാരിച്ചുകൊണ്ട് നടന്നു വരുമോ.
അപ്പോ നിക് അവരുടെ അടുത്ത് വന്ന് സാമിനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്റെ വീട്ടിൽ പോയി എന്റെ അമ്മയെ ഗോസ്റ്റ് എന്ന് വിളിച്ചോ? നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. മറ്റുള്ളവരുടെ അമ്മമാരോട് എങ്ങനെ സംസാരിക്കേണ്ടെന്ന് പോലും നിനക്കറിയില്ല. അല്ലേലും നിനക്കെങ്ങനെ അതറിയാം? നിനക്ക് സ്വന്തമായിട്ട് അമ്മയില്ലല്ലോ. എന്താ ഇത് നിക്? ആ പറഞ്ഞത് വളരെ മോശമായി പോയി. നീ സാമിനോട് സോറി ചോദിക്കണമെന്ന് ഗബ്ലും ബണ്ടിയും നിക്കിനോട് പറയാണ്. സോറി ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് സാം അവിടെ നിന്ന് ഓടിപ്പോവാണ്. ഗബ്ലും ബണ്ടിയും സാമിന്റെ പുറകെ പോകുന്നു. ഒറ്റക്കായി പോയ നിക് നേരെ ക്ലാസ്സിലോട്ട് വരികയാണ്. ക്ലാസ്സിൽ അമിത് റോയ് ഉണ്ട്. അദ്ദേഹം നോട്ട് കറക്റ്റ് ചെയ്യാവും. മറ്റു കുട്ടികളാരും ഇതുവരെ ക്ലാസ്സിലെത്തിയിട്ടില്ല. നിക് ഒറ്റക്ക് അവിടെ വന്നിരിക്കുന്നത് കണ്ട് ക്ലാസ് തുടങ്ങാൻ ഇനിയും 15 മിനിറ്റ്സ് ഉണ്ട്, നീ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്തോളൂ എന്ന് നിക്കിനോട് അമിത് റോയ് പറയാണ്. ഇറ്റ്സ് ഓക്കെ സർ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല നിക്, നീ ബാർഡസ് വില്ലയിലാണല്ലേ താമസിക്കുന്നത്? ബാർഡസ് വില്ലയെ കുറിച്ചിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിന്റെ മുത്തശ്ശൻ വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണല്ലേ? യെസ് സാർ, അദ്ദേഹമാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗോസ്റ്റ് ഓഫ് സുൽത്താൻപൂർ എന്ന ബുക്ക് എഴുതിയിട്ടുള്ളത്. സാർ അത് വായിച്ചിട്ടില്ലെങ്കിൽ എന്റെ കയ്യിലുള്ള ഒരു കോപ്പി സാറിന് വേണമെങ്കിൽ തരാം. വേണ്ട നിക്, എനിക്കിതിലൊന്നും വിശ്വാസമല്ല. അതെന്താ സാറിന് വിശ്വാസമില്ലാത്തേ? കാരണം ആരും ഇതുവരെ പ്രേതത്തൊന്നും കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഡോക്ടർ സ്പിരിറ്റ് കണ്ടിട്ടുണ്ട്. ഡോക്ടർ സ്പിരിറ്റോ? അതാരാ? അദ്ദേഹം ഒരു ഗോസ്റ്റ് എക്സ്പേർട്ട് ആണ്. അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ കാർണിവൽ ഇവിടെ വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും അവിടെ പോകുന്നുണ്ടെന്ന് നിക് അമിത് റോയോട് പറയാണ്. ഇതേ സമയം സാമും ബണ്ടിയും ജെനിയുടെ കാര്യം സംസാരിക്കാവും. ജെനി ജെയിംസിനെ കൊല്ലുന്നതിനെ കുറിച്ചും സാം ബാർഡസ് വില്ലയിൽ ചെന്ന് ജെനിയോട് സംസാരിച്ചതിനെ കുറിച്ചുമെല്ലാം സാം ബണ്ടിയോട് പറയുന്നു. അപ്പോഴാണ് തന്റെ ബുക്ക് മോസസിന്റെ കയ്യിലാണെന്ന കാര്യം സാമിന് ഓർമ്മ വരുന്നത്. അടുത്ത സീനിൽ ജെനിയെ കാണിക്കുന്നു. അവൾ പാലോലിമിലെ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് സാറയുടെ അഡ്രസ്സ് കണ്ടുപിടിക്കുന്നു. ഇതേ സമയം സാം മോസസിന്റെ അടുത്ത് ചെന്ന് തന്റെ ബുക്ക് തിരികെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. മോസസ് ആ ബുക്ക് തിരിച്ചെടുത്ത് കൊടുത്ത് എന്തിനാണ് ഇങ്ങനത്തെ ബുക്കൊക്കെ വായിക്കുന്നതെന്ന് സാമിനോട് ചോദിക്കാണ്. നിങ്ങളിത് വായിച്ചിട്ടുണ്ടോ എന്ന് സാം തിരികെ ചോദിക്കാണ്. എനിക്കിതൊന്നും വായിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പറയുന്നതെല്ലാം ഞാൻ എന്റെ കണ്ണോട് നേരിട്ട് കണ്ടിട്ടുള്ളതാണെന്ന് മോസസ് പറയുന്നു. എങ്കിൽ ആ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തരുമെന്ന് സാം ചോദിക്കാണ്. ഇതേ സമയം ജെനിയാണെങ്കിൽ സാറയുടെ വീട് കണ്ടുപിടിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല, എന്നോട് അതെല്ലാം പറയൂ എന്ന് ജെന്നി സാറയോട് ചോദിക്കാണ്. എനിക്കത്ര ഓർമ്മയില്ല, എങ്കിലും എനിക്കറിയാവുന്നതെല്ലാം ഞാൻ പറഞ്ഞു തരാന്ന് സാറ പറയാണ്. മോസസിനെ കാണിക്കുമ്പോൾ ഈ രഹസ്യങ്ങളെല്ലാം നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ടാവണം, വേറെ ആരോടും പറയരുത് എന്ന് സാമിനോട് മോസസ് ആവശ്യപ്പെടുന്നു. മറ്റാരോടും പറയില്ലെന്ന് സാമും പ്രോമിസ് കൊടുക്കാണ്. അങ്ങനെ മോസസ് ആ പഴയ കഥ പറഞ്ഞു തുടങ്ങാണ്. ഇത് വെറും ഒരു ഹൊറർ സ്റ്റോറി അല്ല, യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങളാണ്. മാധവ് മാത്യൂസ് നല്ലൊരു എഴുത്തുകാരനായിരുന്നു. എന്നാൽ ഒരു സമയത്ത് അയാൾക്ക് എഴുതാൻ കഥകളൊന്നും കിട്ടിയിരുന്നില്ല. അത് അയാളെ മോശമായി ബാധിച്ചു തുടങ്ങി. മാധവ് മാത്യൂസിന് നല്ലൊരു ഹൊറർ സ്റ്റോറി വേണമായിരുന്നു. ആരും ഇതുവരെയും കേട്ടിട്ടില്ലാത്ത ഒരു ഹൊറർ സ്റ്റോറി. അപ്പോഴാണ് ന്യൂസ് പേപ്പറിൽ ഫക്കീറിന്റെ ന്യൂസ് അദ്ദേഹം കാണുന്നത്. ഫക്കീറിനെ ജയിലിൽ ചെന്ന് കാണാൻ വേണ്ടിയിട്ട് മാധവ് മാത്യൂസ് തീരുമാനിക്കാണ്. ഓരോ വിസിറ്റിനും മാധവ് മാത്യൂസ് പോലീസിന് ക്യാഷ് കൊടുക്കുമായിരുന്നു. ഫക്കീറിന് വധശിക്ഷ വിധിച്ചിരുന്നു. അവന്റെ കണ്ണ് എപ്പോഴും കെട്ടിവെച്ചിരുന്നു. ഫക്കീറിന് മറ്റുള്ളവരുടെ ആത്മാവിനെ പിടിക്കാൻ കഴിയുമെന്നാണ്. അതുകൊണ്ട് തന്നെ അവനെ എല്ലാവർക്കും പേടിയായിരുന്നു, മാധവ് മാത്യൂസിനെ ഒഴികെ. കണ്ണും കൈയും കെട്ടിയിട്ട് ഫക്കീറിനെ പോലീസ് ഇൻസ്പെക്ടർ മാധവ് മാത്യൂസിന്റെ മുന്നിൽ കൊണ്ടിരുത്തുകയാണ്. എന്റെ പേര് മാധവ് മാത്യൂസ്, ഞാനൊരു ഗോസ്റ്റ് സ്റ്റോറി റൈറ്റർ ആണെന്ന് ഫക്കീറിന് മാധവ് മാത്യൂസ് സ്വയം പരിചയപ്പെടുത്താണ്. എന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിനക്കിതുപോലെ എന്തൊക്കെയോ എക്സ്പീരിയൻസ് ഉണ്ടെന്നാണല്ലോ പറഞ്ഞു കേട്ടത്, അതിനെ കുറിച്ചെല്ലാം എന്നോട് പറയൂ എന്ന് മാധവ് മാത്യൂസ് ഫക്കീറിനോട് ആവശ്യപ്പെടാണ്. അതുകൊണ്ട് എനിക്കെന്താ ലാഭമെന്ന് ഫക്കീർ തിരിച്ചു ചോദിക്കുന്നു. എന്തായാലും നീ മരിക്കാൻ പോകല്ലേ, അതിനു മുന്നേ നിനക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കാര്യം ആയിക്കോട്ടെ ഇത്. അവർക്ക് എന്നെ കൊല്ലാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. മരണം എന്ന് പറയുന്നത് എനിക്ക് വെറും ഒരു ഇൻസ്ട്രുമെന്റ് മാത്രമാണ്. ഈ ലോകം ഭരിക്കാൻ പോകുന്നവനാണ് ഞാൻ. നിങ്ങൾ എല്ലാവരും എന്നെ അനുസരിക്കേണ്ടി വരുമെന്ന് ഫക്കീർ പറയുന്നു. എങ്കിൽ ആ കാര്യങ്ങളെ കുറിച്ചെല്ലാം എന്നോട് പറയൂ. നിന്റെ കഥ ലോകം അറിയട്ടെ എന്ന് മാധവ് മാത്യൂസ് ഫക്കീറിനോട് പറയുന്നു. എന്റെ കഥയൊക്കെ ഞാൻ നിങ്ങളോട് പറയാം, പക്ഷേ അതിനു പകരമായി എനിക്ക് ചെറിയൊരു മരക്കഷ്ണം വേണമെന്ന് ഫക്കീർ ആവശ്യപ്പെടുകയാണ്. അവൻ ആവശ്യപ്പെട്ടത് പ്രകാരം മാധവ് മാത്യൂസ് ഒരു ചെറിയ മരക്കഷ്ണം അവന്റെ കയ്യിൽ കൊടുക്കുകയാണ്. സോ ഫക്കീർ അവന്റെ കഥ മാധവ് മാത്യൂസിനോട് പറയുന്നു. ഇവിടെ നിന്നാണ് അവൻ വരുന്നത്, എങ്ങനെയാണ് അവന്റെ പവേഴ്സ് കിട്ടിയത്, അവനോടും അവന്റെ അമ്മയോടും മറ്റുള്ളവർ ചെയ്ത ക്രൂരതകൾ. ഈ കഥ പറയുന്ന സമയത്തെല്ലാം ഫക്കീർ ആ ചെറിയ മരക്കഷ്ണത്തുമ്മെ എന്തോ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഒരു ദിവസം മാധവ് മാത്യൂസ് ജെനിയെയും ജയിലിലേക്ക് ഫക്കീറിനെ കാണാൻ
കൊണ്ടുപോകാൻ ഒരുങ്ങാണ്. എന്നാ ഇതറിഞ്ഞ ജെന്നിയുടെ അമ്മ കാരോൾ മാധവ് മാത്യൂസിനെ അതിൽ നിന്നും തടയാണ്. ജെന്നിയെ എങ്ങാനും ജയിലിലോട്ട് ഇതുപോലുള്ള ആളുകളെ കാണാൻ കൊണ്ടുപോയാൽ പിന്നീട് ഞാൻ ഒരിക്കലും ജീവിച്ചിരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ് മാധവ് മാത്യൂസിനെ ഭീഷണിപ്പെടുത്താണ്. കാരോൾ പറഞ്ഞ അതുപോലെ തന്നെ അവൾ ചെയ്യും എന്നുള്ളതുകൊണ്ട് തന്നെ ജെന്നിയെ കൊണ്ടുപോകാനുള്ള തീരുമാനം മാധവ് മാത്യൂസ് വേണ്ടെന്ന് വെക്കാണ്. മാധവ് മാത്യൂസിന് ഫക്കീറിന്റെ പവേഴ്സ് നേരിട്ട് കാണാനായിരുന്നു. അതിനുവേണ്ടി ഒരു കുട്ടിയെ തനിക്ക് ആവശ്യമാണെന്ന് ഫക്കീർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ജെന്നിയെ ജയിലിലോട്ട് കൊണ്ടുപോകാൻ മാധവ് മാത്യൂസ് തീരുമാനിക്കുന്നത്. അപ്ലൈ നടക്കാത്തതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും വിധത്തിലെ ഫക്കീറിന്റെ പവേഴ്സ് തനിക്ക് കാണണമെന്ന് മാധവ് മാത്യൂസ് ആവശ്യപ്പെടുകയാണ്. ഒരാൾ അൺനാച്ചുറൽ ആയിട്ട് മരിച്ചാൽ ആ ആത്മാവ് ഈ യൂണിവേഴ്സിൽ സ്റ്റെക്ക് ആവും. അത് ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ സ്റ്റെക്ക് ആവും, അല്ലെങ്കിൽ മരിച്ച് 3-ാം ദിവസം തന്റെ സ്വന്തം ശരീരത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ ശ്രമിക്കും. നാളെ അവരെന്നെ തൂക്കിക്കൊല്ലാൻ പോവാണ്. അവർ വിചാരിക്കുന്നത് എന്റെ ശരീരം നശിപ്പിച്ച എന്റെ ആത്മാവിനെ കൊല്ലാൻ കഴിയുമെന്നാണ്. എന്നാൽ ഞാൻ മരണമില്ലാത്തവനാണ്. ഓരോ തവണ ഞാൻ മരിച്ചാലും വീണ്ടും പുനർജനിക്കുമെന്ന് ഫക്കീർ മാധവ് മാത്യൂസിനോട് പറയുന്നു. ഇത്രയും ദിവസം ഫക്കീർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം മാധവ് മാത്യൂസ് ടൈപ്പ് റൈറ്ററിൽ ടൈപ്പ് ചെയ്തു വെക്കുന്നുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം അയാൾ പോലീസ് ഇൻസ്പെക്ടറോട് ഡിസ്കസ് ചെയ്യാണ്. ഫക്കീർ പറഞ്ഞ കാര്യങ്ങളൊന്നും മാധവ് മാത്യൂസിന് വിശ്വാസമാവുന്നില്ല. അവൻ എന്തൊക്കെയോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാണെന്നാണ് മാധവ് മാത്യൂസ് പറയുന്നത്. ഫക്കീറിനെ തൂക്കിക്കൊന്ന ശേഷം അവന്റെ ബോഡി ദഹിപ്പിക്കുന്നതിന്റെ കൂടെ തന്നെ ഈ നോട്ട്സുകളും ദഹിപ്പിക്കാമെന്ന് ഇൻസ്പെക്ടർ മാധവ് മാത്യൂസിനോട് പറയുന്നു. അവന്റെ ശരീരം കത്തിക്കരുത് എന്ന് മാധവ് മാത്യൂസ് ഇൻസ്പെക്ടറോട് പറയാണ്. അയാൾക്ക് മറ്റെന്തൊക്കെയോ പ്ലാൻ ഉണ്ടായിരുന്നു. സോ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് മാധവ് മാത്യൂസിന്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് തൂക്കിക്കൊന്ന ശേഷം ഫക്കീറിന്റെ ബോഡി നേരെ വാർഡസ് വില്ലയിലോട്ട് കൊണ്ടുവരികയാണ്. ബോഡി കൊണ്ടുവരാൻ അവരെ സഹായിക്കുന്നയാളാണ് മോസസ്. ഫക്കീർ പറഞ്ഞതുപോലെ മരണത്തിന് ശേഷം അയാൾ പുനർജനിക്കുമോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് മാധവ് മാത്യൂസ് ഇക്കാര്യമെല്ലാം ചെയ്യുന്നത്. എക്സാക്ട്ലി ഇത് തന്നെയായിരുന്നു ഫക്കീറിനും വേണ്ടത്. ഫക്കീർ അവന്റെ ബുദ്ധി ഉപയോഗിച്ച് മാധവ് മാത്യൂസിനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കായിരുന്നു. ഇപ്പോ അവൻ വിചാരിച്ച പോലെ തന്നെ നടന്നു. ഫക്കീറിന്റെ ബോഡിയുടെ കൂടെ തന്നെ തന്റെ സാധനങ്ങളും അവർ കൊണ്ടുവരുന്നുണ്ട്. സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ ഈ ബ്ലാക്ക് മാജിക് ഒക്കെ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ വസ്തുക്കള്. ഇതേ സമയമാണ് ഉറക്കം വരാതെ ജെനി ആ ഭാഗത്തേക്ക് വരുന്നത്. അവളെ കണ്ട് മോസസ് അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. ജെനിയുടെ കയ്യിലുണ്ടായിരുന്ന പാവ മോസസിന് കൊടുക്കുകയാണ്. മാധവ് മാത്യൂസ് കൊടുത്ത ആ മരക്കഷ്ണത്തില് ഫക്കീർ പണിതാണ് ഈ പാവ, ഫക്കീറിന്റെ അതേ രൂപത്തില്. അപ്പോഴേക്കും ജെനിയുടെ നാനി സാറ അങ്ങോട്ട് വരികയാണ്. ഈ മോസസിന്റെ വൈഫാണ് സാറ. മോസസിനെ അവിടെ കണ്ട് ഈ നേരത്തെ എന്താ ഇവിടെ എന്ന് സാറ ചോദിക്കാണ്. ഞാൻ മാധവ് മാത്യൂസ് സാർ വിളിച്ചിട്ട് ഒരാവശ്യത്തിന് വേണ്ടി വന്നതാണ്. ഉടനെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് മോസസ് സാറയോട് പറയുന്നു. ശരിയെന്നും പറഞ്ഞ് സാറ ജെനിയെ ഉറക്കാനായി കൊണ്ടുപോവാണ്. ഇത്ര നേരം കാത്തിരുന്നിട്ടും ഫക്കീർ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് അവൻ പറഞ്ഞതെല്ലാം വെറും കെട്ടുകഥകളാണെന്ന് അവർ വിചാരിക്കാണ്. സാർ, ഇത്ര നേരമായിട്ടും ഒന്നും സംഭവിച്ചില്ലല്ലോ, ഇതെല്ലാം ഇല്ലീഗലാണ്. ഇനി എത്ര നേരം എന്ന് വെച്ചാൽ കാത്തിരിക്കുക? ഞാനിവന്റെ ബോഡി തിരികെ കൊണ്ടോട്ടെ എന്ന് ഇൻസ്പെക്ടർ മാധവ് മാത്യൂസിനോട് ചോദിക്കാണ്. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കുന്ന മാത്യൂസ് ഇൻസ്പെക്ടർ പറഞ്ഞതിനോട് യോജിക്കാണ്. ബോഡി തിരികെ കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോൾ ഫക്കീർ പെട്ടെന്ന് കണ്ണു തുറക്കാണ്. അവൻ അലറിക്കൊണ്ട് ഇൻസ്പെക്ടറുടെ കഴുത്തിൽ പിടിക്കാണ്. ആ ശബ്ദം കേട്ട് മോസസും അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. ഇൻസ്പെക്ടർ ഓക്കെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഫക്കീർ അയാളുടെ ഹൃദയം പുറത്തെടുക്കുകയാണ്. മാധവ് മാത്യൂസ് ഉടനെ തന്നെ ടൈപ്പ് റൈറ്റർ എടുത്ത് ഫക്കീറിന്റെ തലക്കടിക്കാണ്. അവൻ തിരികെ മരണത്തിലേക്ക് തന്നെ പോവാണ്. ഫക്കീറിന്റെ കയ്യിൽ നിന്ന് വീഴുന്നതിനിടെ ഇൻസ്പെക്ടറുടെ ഗൺ ഷൂട്ട് ആവാണ്. അത് നേരെ കൊള്ളുന്നത് അവിടെ എത്തിയ മോസസിന്റെ കാലിലോട്ടാണ്. ഇൻസ്പെക്ടർ അവിടെ മരിച്ചു വീഴുന്നു. മോസസ് വെടികൊണ്ടും വീഴുന്നു. അങ്ങനെയാണ് മോസസിന്റെ കാൽ നഷ്ടപ്പെടുന്നത്. സാറയും ഇതേ കഥകളെല്ലാം ജെന്നിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാൽ അന്ന് രാത്രി എന്താ സംഭവിച്ചെന്ന് മാത്രം സാറയ്ക്ക് വ്യക്തമായി അറിയില്ല. ഫക്കീറിന്റെ ബോഡി അന്ന് രാത്രി അവർ ബാഡസ് വില്ലയിൽ കൊണ്ടുവന്നിരുന്നു. മോസസിനെ അന്ന് രാത്രി അവിടെ വെച്ച് കാണുന്നുണ്ട്. പിന്നെ കുറച്ചു കഴിഞ്ഞ് ഒരു ഗൺഷൂട്ടും കേട്ടു. അന്ന് രാത്രി സംഭവിച്ചതെല്ലാം എല്ലാവരിൽ നിന്നും മൂടിവെക്കാൻ മാധവ് മാത്യൂസിന് കഴിഞ്ഞു. ഞാൻ എത്ര ചോദിച്ചിട്ടും അന്ന് രാത്രി എന്താ സംഭവിച്ചതെന്ന് ഒരക്ഷരം പോലും മോസസ് എന്നോട് പറഞ്ഞില്ല. മാത്രല്ല ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും മറ്റാരോടും പറയരുതെന്ന് എന്നെയും മോസസ് നിർബന്ധിച്ചിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം ഒരു സ്ത്രീയും കുട്ടിയും ബാഡസ് വില്ലയിൽ വന്നിരുന്നു. തന്റെ ഭർത്താവിന്റെ ബോഡി തിരിച്ചു വേണമെന്ന് അവർ മാധവ് മാത്യൂസിനോട് കെഞ്ചുന്നുണ്ടായിരുന്നു. എന്നാൽ മാധവ് മാത്യൂസ് അവരെ പിടിച്ച് പുറത്താകാൻ ആവശ്യപ്പെട്ടു. അത് കഴിഞ്ഞ് കുറച്ചു ദിവസം കഴിഞ്ഞ് നിന്റെ അമ്മയും മരണപ്പെടുന്നു. അതൊരു പ്രേതവീടാണ്. എത്രയും പെട്ടെന്ന് തന്നെ മോൾ അവിടെ നിന്നും തിരികെ പോണം എന്ന് സാറ ജെനിയോട് പറയുന്നു. എന്റെ അമ്മ എന്തിനാണ് സൂയിസൈഡ് ചെയ്തതെന്ന് അറിയോന്ന് ജെനി ചോദിക്കുന്നു. ഇല്ല എന്ന് സാറ മറുപടി കൊടുക്കുന്നു. അടുത്ത സീനിൽ ആനന്ദിനെ കാണിക്കുന്നു. അവിടെയുള്ള ലേഡി ഇൻസ്പെക്ടർ ബാഡസ് വില്ലയെ കുറിച്ച് അവൾ കളക്ട് ചെയ്ത ഡീറ്റെയിൽസ് ആനന്ദിന് കാണിച്ചു കൊടുക്കാവും. റെക്കോർഡ്സിൽ പറയുന്നത് കാരോൾ സൂയിസൈഡ് ചെയ്തതെന്നാണ്. എന്നാൽ ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് തലയോട്ടി പൊട്ടിയാണ് അവൾ മരിക്കുന്നത്, പുറംഭാഗം ഇടിച്ചാണ് വീഴുന്നതെന്നും ഇതിൽ പറയുന്നുണ്ട്.
എന്തിനാണ് ഒരാൾ സൂയിസൈഡ് ചെയ്യുമ്പോൾ പുറകിലോട്ട് തിരിഞ്ഞു ചാടുന്നത്? എനിക്ക് തോന്നുന്നത് ആരോ അവളെ തള്ളിയിട്ടതാവാനാണ് സാധ്യത എന്ന് ഇൻസ്പെക്ടർ ആനന്ദിനോട് പറയുന്നു. ആനന്ദിനും അതേ സംശയം തന്നെ തോന്നുന്നുണ്ട്. സ്കൂളിൽ മിഡ് ടേം വെക്കേഷൻ സ്റ്റാർട്ട് ആയിരിക്കാണ്. കൂട്ടുകാരോട് പിണങ്ങിയോണ്ട് തന്നെ നിക് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. അതേസമയമാണ് അന്യ അങ്ങോട്ടേക്ക് വരുന്നത്. മോം ടൈപ്പ് റൈറ്റർ സർവീസിന് കൊടുത്തിരുന്നോ എന്ന് അന്യ ജെന്നിയോട് ചോദിക്കുന്നു. സർവീസിനൊന്നും കൊടുത്തിട്ടില്ല, ചിലപ്പോ നിന്റെ ഡാഡി ഇൻ ചെയ്തിട്ടുണ്ടാവും. എന്തേ ചോദിച്ചതെന്ന് ജെന്നി ചോദിക്കുന്നു. ടൈപ്പ് റൈറ്ററിന്റെ കണ്ടീഷൻ ഇപ്പോ ബെറ്റർ ആയിട്ടുണ്ട് എന്ന് അന്യ പറയുന്നു. മോസസ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാം ബണ്ടിയോടും ഗബ്ലുവിനോടും പറയുന്നു. വേറെ ആരോടും ഇതിനെക്കുറിച്ച് ഒന്നും പറയരുതെന്ന് സാം പ്രത്യേകം പറയുന്നുണ്ട്. ഫക്കീറിന്റെ ആത്മാവ് ഇപ്പോഴും ബാർഡസ്വില്ലയിൽ തന്നെയുണ്ട്. ഈ കാര്യമാണ് ജെയിംസ് ജെന്നിയോട് പറയാൻ ശ്രമിച്ചത്. മിക്കവാറും ഫക്കീറിന്റെ ആത്മാവ് ബാർഡസ്വില്ലയിലുള്ള ഏതോ ഒരു വസ്തുവിൽ സ്റ്റെക്കായി കിടക്കാവും. മിക്കവാറും ആ വസ്തു മാധവ് മാത്യൂസിന്റെ ടൈപ്പ് റൈറ്റർ തന്നെയാവും. കാരണം ആ ടൈപ്പ് റൈറ്റർ ഉപയോഗിച്ചാണ് ഫക്കീറിനെ അയാൾ കൊല്ലുന്നത്. ആ ടൈപ്പ് റൈറ്റർ നമുക്ക് എങ്ങനെയും കണ്ടുപിടിച്ചേ മതിയാവൂ. ഈ ബ്ലഡ് മൂണിന്റെ അന്ന് എന്തോ വലുത് സംഭവിക്കാൻ പോകുന്നുണ്ടെന്നാണ് ജെയിംസ് പറഞ്ഞത്. നമുക്കത് തടയണം എന്ന് സാം പറയുന്നു. നമുക്കിതെല്ലാം ആരോടെങ്കിലും പറയണോ എന്ന് ഗബ്ലി ചോദിക്കുന്നു. വേണ്ട, ഇത് നമ്മുടെ മിസ്റ്ററിയാണ്, നമ്മൾ തന്നെ ഇത് സോൾവ് ചെയ്യണമെന്ന് സാം പറയുന്നു. പക്ഷേ സാം, നമ്മൾ ഫക്കീറിന്റെ ആത്മാവിനെ കണ്ടുപിടിച്ചു തന്നെ ഇരിക്കട്ടെ, എന്നിട്ട് നമ്മൾ എന്താ പിന്നെ ചെയ്യാ? ബണ്ടി ചോദിക്കുന്നു. അതറിയാവുന്ന ഒരാളുണ്ട്. അവര് നേരെ ചെല്ലുന്നത് ഡോക്ടർ സ്പിരിറ്റിന്റെ കാർണിവലിലാണ്. ഡോക്ടർ സ്പിരിറ്റിനോട് ഹെൽപ്പ് ചോദിക്കാനാണ് അവരുടെ പ്ലാൻ. ഇതേ സമയം ഡോക്ടർ സ്പിരിറ്റിനെ കാണിക്കും. അയാള് മുഖത്ത് വെച്ചിട്ടുള്ള കറുത്ത ഉണ്ണി കയ്യിലെടുക്കുന്നുണ്ട്. ആ സാധനം ഒരു ഗെറ്റപ്പിന് വേണ്ടി വെച്ചിക്കാ തോന്നുന്നു. ഇതിൽ തന്നെ മനസ്സിലാക്കാം ഇയാൾ എന്തോ ഒരു തരികിടയാണെന്ന്. കുട്ടികളെ കണ്ടതും അയാൾ അത് തിരികെ മുഖത്തേനെ വെക്കണം. ഡോക്ടർ സ്പിരിറ്റിനെ കണ്ട എക്സൈറ്റ്മെന്റില് അവർ അയാളുടെ കൂടെ നിന്ന് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട്. സെൽഫി എടുത്ത ശേഷം ഡോക്ടർ സ്പിരിറ്റ് കുട്ടികളെ പെട്ടെന്ന് തന്നെ അവിടുന്ന് പറഞ്ഞേക്കാണ്. എന്നാൽ സാം വീണ്ടും തിരികെ അയാളുടെ അടുത്തേക്ക് വരികയാണ്. നീ വീണ്ടും തിരിച്ചു വന്നോ? നിനക്ക് ഇനി എന്താ വേണ്ടതെന്ന് ഡോക്ടർ സ്പിരിറ്റ് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ഒരു സഹായം വേണമെന്ന് സാം പറയുന്നു. എന്ത് സഹായം നിനക്ക് വേണ്ടത്? ഒരു പ്രേതത്തെ പിടിക്കണം. സാം എല്ലാ കാര്യവും ഡോക്ടർ സ്പിരിറ്റിനോട് വിശദമായി പറയുന്നു. അടുത്ത സീനിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ജെന്നിയെ കാണിക്കുന്നു. ടൈപ്പ് റൈറ്ററിൽ ആര് ടൈപ്പ് ചെയ്യുന്ന ശബ്ദം കേട്ട് അവൾ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കാണ്. പീറ്ററിനെ വിളിച്ച് ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന കാര്യം പറയാണ്. അവൻ നോക്കുമ്പോൾ ഒരു ശബ്ദവും കേൾക്കുന്നില്ല. എനിക്കൊരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ, നിനക്ക് തോന്നിയതാവും, ഉറങ്ങിക്കോ എന്നും പറഞ്ഞ് പീറ്റർ വീണ്ടും ഉറക്കത്തിലോട്ട് തന്നെ പോകുന്നു. ജെനിക്ക് വീണ്ടും അതേ ശബ്ദം തന്നെ കേൾക്കാണ്. സോ അവള് ടൈപ്പ് റൈറ്റർ വെച്ച മുറിയിലോട്ട് ചെന്ന് നോക്കാണ്. ജെന്നി മുറിയിൽ കയറിയതും ആ ശബ്ദം സ്റ്റോപ്പ് ആവാണ്. ടൈപ്പ് റൈറ്റർ ടേബിളിൽ തന്നെ ഉണ്ട്, മറ്റാരും ആ മുറിയിലും ഇല്ല. സോ അവള് തിരികെ പോവാണ്. മുറിയിൽ നിന്നും പുറത്തിറങ്ങിയതും അതാ അവളുടെ മുന്നിൽ ഒരു രൂപം നിൽക്കുന്നു. അത് കണ്ട് അവൾ പേടിക്കാണ്. ആരാ അത് എന്ന് വളരെ ഭയത്തോടെ ജെന്നി ചോദിക്കാണ്. ആ രൂപം അവളുടെ നേരെ വരുന്നു. അത് ജെന്നിയുടെ അതേ രൂപത്തിലുള്ള ഗോസ്റ്റ് ആയിരുന്നു. ഞാൻ നീ തന്നെയാണ് എന്ന് ഗോസ്റ്റ് മറുപടി കൊടുക്കുന്നു. അല്ല, നീ ഞാനല്ല. അത് കേട്ട് ഗോസ്റ്റ് ജെന്നിയോട് പറയാം, എന്നെ നിനക്ക് എപ്പോഴും വേണമായിരുന്നു. കുട്ടിക്കാലം തൊട്ടേ നമ്മൾ ഒന്നിച്ചാണ്. ഒന്നിച്ച് കളിച്ചു, ഒന്നിച്ച് ഉറങ്ങി, ഒന്നിച്ച് കൊലപാതകങ്ങൾ ചെയ്തു. ഒന്നിച്ച് കൊലപാതകങ്ങൾ ചെയ്തെന്നോ? നീ കള്ളം പറയാണ്, നീ റിയൽ അല്ല. എന്തൊരു പേടിപ്പെടുത്തുന്ന സ്വപ്നമാണിത് എന്നും പറഞ്ഞ് ജെന്നി അവിടെ നിന്നും നടന്നു പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഗോസ്റ്റ് അവളെ പിടിച്ചു നിർത്തുന്നു. ഞാൻ നിന്റെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവണമെന്നും പറഞ്ഞ് ഗോസ്റ്റ് ജെന്നിയുടെ ചുണ്ട് കടിച്ചു പൊട്ടിക്കാണ്. ജെന്നി പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കാണ്. അവള് സ്വപ്നം കണ്ടതായിരുന്നു. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് ടൈപ്പ് റൈറ്റർ വെച്ച മുറിയിൽ ചെന്ന് നോക്കാണ്. എന്നാ ടൈപ്പ് റൈറ്റർ അവിടെ ഉണ്ടായിരുന്നില്ല. ചുണ്ടിൽ എന്തോ നീറ്റൽ തോന്നി തൊട്ടു നോക്കുമ്പോ ചുണ്ടു പൊട്ടി ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ അവൾ കണ്ടത് വെറും ഒരു സ്വപ്നമല്ല എന്ന് ജെന്നി മനസ്സിലാക്കാണ്. ഇവിടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്തത് ഈ സീസണിലെ ഫൈനൽ എപ്പിസോഡാണ്. എല്ലാ മിസ്റ്ററിയും അതിൽ റിവീൽ ആവുന്നുണ്ട്. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമന്റും കൂടി ഒന്ന് പരിഗണിക്കണേ. ഉടനെ തന്നെ അടുത്ത എപ്പിസോഡായിട്ട് വരാം.